ജൂൺ 21 മുതൽ ജൂലൈ 22 വരെയുള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ ജനിച്ച ആരെങ്കിലും പരിചയമുണ്ടോ? അവരാണ് ക്യാൻസർ സോഡിയാക് സൈനിലുള്ളവർ, കർക്കിടക രാശി ജനിച്ചിട്ടുള്ളവർ, ക്രാബ്. ഇമോഷണൽ ആണെന്ന് കരുതി വീക്ക് ആണെന്ന് വിചാരിക്കേണ്ട, അവർ ഇമോഷണലും ആണ് ഇന്റലിജന്റും ആണ്. അതായത് അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് കൂടുതലാണ് എന്നർത്ഥം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അവര് ഇമോഷണലി മനസ്സിലാക്കും. അവരിൽ ഉണ്ടാവുന്ന എനർജി ഷിഫ്റ്റ്, അവരുടെ ടോണിലോ ബിഹേവിയറിലോ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഇവർ ഒബ്സർവ് ചെയ്യും. അവരുടെ കൂടെയുള്ളവരെ ജെനുവൻ ആയിട്ട് കെയർ ചെയ്യും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് ഹേർട്ട് ചെയ്തു എന്ന് തോന്നിയ അവരപ്പൊ തന്നെ ഒരു ഇമോഷണൽ വാർഡ് അങ്ങ് സെറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ അതിനകത്ത് കേറ്റൂല. ഇത് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, അതിന്റെ പെയിൻ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലും നമ്മൾ അവരുടെ ട്രസ്റ്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രീമിയം കാർഡ് നമുക്ക് കിട്ടും. അവർ നിങ്ങളോട് ലോയൽ ആയിരിക്കും, പക്ഷെ അവർ അങ്ങനെ ഇങ്ങനെയൊന്നും ട്രസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളെ അവർ നന്നായി ഒബ്സർവ് ചെയ്യും. അവര് നിങ്ങൾക്ക് വേണ്ടി ഇടുന്ന എഫേർട്ടിനും നിങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും അറ്റൻഷനും കെയറിനും ഒന്നും നിങ്ങൾ വാല്യൂ കൊടുത്തില്ലെങ്കിൽ അവർ ഡിസപ്പോയിന്റഡ് ആവും. ഇനിയിപ്പോ അവരായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും അവരെല്ലാം സൈലന്റ് ആയിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ടോണിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റം, എനർജി ഷിഫ്റ്റ് എന്ന് തുടങ്ങിയ ചെറിയ ചെറിയ ആക്ഷൻസ് പോലും അവർ ഓർത്തിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ഇമോഷണലിയും മെന്റലിയും അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. മെമ്മറീസ് ഒക്കെ ചേർത്ത് വെക്കുന്ന കൂട്ടത്തിലാണ് സ്ഥലങ്ങള്, പാട്ടുകള്, കോൺവെർസേഷൻസ്, ഗിഫ്റ്റ്സ്, പഴയ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യും. അവർക്ക് ഏറ്റവും പാടുള്ള വാക്കാണ് ലെറ്റ് ഗോ. മറന്നു കളയാനും പറഞ്ഞു വിടാനും ഒഴിവാക്കാനും ഒക്കെ ഭയങ്കര പാടുള്ള കൂട്ടത്തിലാണ്. ടെമ്പററി ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് അവർ എടുത്തു വെക്കത്തില്ല. എടുക്കുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് ആയിരിക്കും. സ്ട്രേഞ്ചേഴ്സിന്റെ മുന്നിൽ ഇൻട്രോവേർട്ട് ആയിട്ടും കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ ക്രേസി ആയിട്ട് ബിഹേവ് ചെയ്യും. പ്രീമിയം കാർഡ് കിട്ടിയ ആൾക്കാരുടെ മുന്നിൽ അവർ ഇമോഷണൽ ആവും, ചൈൽഡിഷ് ആവും, ഫണ്ണി ആവും, തനി സ്വഭാവം പുറത്തെടുക്കും. അതായത് ഇക്കൂട്ടർ നിങ്ങളുടെ മുന്നിൽ വന്ന് ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇമോഷണൽ ആയി നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരുടെ സർക്കിളിൽ ഉണ്ടെന്നാണ്. ഇവര് പെട്ടെന്ന് കോൾഡ് ആയിട്ടോ ഡിസ്റ്റന്റ് ആയിട്ടോ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടോ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എവിടെയോ പണി വാളിയിട്ടുണ്ടെന്നാ. ഒന്നുകിൽ അവർക്ക് ഹേർട്ട് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇമോഷണലി അൺസേഫ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. അതും അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൂടെ മൈൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും. അവര് നിങ്ങളെ കെയർ ചെയ്യാത്തത് കൊണ്ടല്ല അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, പകരം സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. അവരങ്ങനെ ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരല്ല. പൊട്ടിത്തെറിക്കുന്നതിന് പകരം എവിടെയെങ്കിലും പോയിരുന്ന് കരയാറാണ് പതിവ്. കാഷ്വൽ ലവേഴ്സ് അല്ല. ഒരിക്കൽ പ്രണയത്തിലായാൽ ദേ ബിക്കം എക്സ്ട്രീംലി കെയറിങ്. ചെറിയ കാര്യങ്ങൾ വരെ ഓർത്തിരിക്കും, പെട്ടെന്ന് അറ്റാച്ച് ആവുകയും ചെയ്യും. അവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇമോഷണൽ ഇൻഡ്യൂഷൻസ് ആണ്. അവരോട് പറയാതെ തന്നെ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ്സ് അവർക്ക് മനസ്സിലാവും. അവരുടെ പ്രസൻസിൽ നമ്മൾ സേഫ് ആണെന്ന് തോന്നും. മറ്റൊരാളാൽ നമ്മൾ കേൾക്കപ്പെടുന്നു എന്ന് നമുക്ക് തോന്നും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അവര് സോഫ്റ്റ് ആണെങ്കിലും ഇമോഷണലി സ്ട്രോങ് ആണ്. വേറെ ആർക്കും ഇല്ലാത്തൊരു സ്വഭാവം അവർക്കുണ്ട്. അവർ ഹേർട്ട് ആയാലും സ്റ്റിൽ ദേ നോ ഹൗ ടു ലവ് സിൻസിയർലി. എനിക്ക് പറയാനുള്ളത്, അർഹിക്കുന്നവർക്ക് കൊടുക്കുക. യൂസ് ചെയ്യാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണ്ട കേട്ടോ.